ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവിയേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തളിക്കുളം, തൃശ്ശൂർ. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ജ്യോതിഷപരമായി എന്തെല്ലാം പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും? അപകടം എന്നു പറയുമ്പോൾ പല വിധത്തിൽ ഉണ്ട്. അപകടങ്ങൾ യാദൃശ്ചികമായ വാഹന അപകടങ്ങൾ, മറ്റും മുകളിൽ നിന്ന് താഴേക്ക് വീഴുക, മുറിവേൽക്കുക, മറ്റും രീതിയിൽ പലതും സംഭവിക്കാം. അതിന് എന്താണ് പരിഹാരം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഏത് ഗ്രഹമാണ് ജാതകത്തിൽ അപകടങ്ങൾ സൂചിപ്പിക്കുന്നത്? മംഗളകാരകൻ എന്ന് ചൊവ്വയെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ആഗ്നേയ ഗ്രഹമായ കുജൻ, അതായത് ചൊവ്വ, തീപിടുത്തം, പൊട്ടിത്തെറി, സർജറി, നാശം, യുദ്ധം, മുറിവ്, അപകടമരണം തുടങ്ങിയവയുടെ കാരണക്കാരനും കൂടിയാണ്. പാപരാശിസ്ഥിതി, പാപയോഗം, പാപദൃഷ്ടി, പാപമധ്യസ്ഥിതി, നീചസ്ഥിതി, ഭാവസംബന്ധം എന്നിവ പരിഗണിച്ചാണ് അപകടങ്ങൾ നിർണയിക്കേണ്ടത്. ഇതെല്ലാം കണക്കാക്കുന്നത് ചന്ദ്രന്റെ അഷ്ടമഭാവം, കുജൻ, കേതു, ഗുളികൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനിഷ്ടഭാവങ്ങൾ മൂലവും രാഹു കേതുക്കളുടെ ബന്ധവും 12ാം ഭാവാധിപന്റെ യോഗവും ദൃഷ്ടിയും എന്നിവ അപകടങ്ങൾക്കും അംഗവൈകല്യങ്ങൾക്കും കാരണമാകാൻ ഇടയുണ്ട്. അതുപോലെ വാഹന അപകടങ്ങൾ ജാതകവശാൽ വാഹനസ്ഥാനം 4ാം ഭാവമാകുന്നു. മാതാസുർഭാഗ്യനേയോ ക്ഷേത്രം സുഖം വാഹനമാസനഞ്ച എന്ന് പറയുന്നിടത്ത് 4ാം ഭാവമാണ്. ഈ 4ാം ഭാവാധിപതിയോട് രാഹു കേതു കൂടെ യോഗം ചെയ്ത് ദശ നടത്തിയാൽ വാഹന അപകടങ്ങൾക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം ദോഷങ്ങൾ ജാതകവശാൽ ഗ്രഹസ്ഥിതി പരിശോധിക്കുകയും 4ാം ഭാവ പാപസംബന്ധം പരിശോധിച്ചുകൊണ്ട് ആ ഗ്രഹങ്ങളുടെ ദേവതകൾക്ക് പരിഹാരകർമ്മങ്ങൾ വിധിയാം വണ്ണം ജ്യോതിഷ ആചാര്യന്മാരിൽ നിന്ന് അറിഞ്ഞ് അനുഷ്ഠിക്കുകയാണ് പ്രധാന പോംവഴി. പൊതുപരിഹാരം പറയാം. അപകടങ്ങൾക്ക് പൊതുവെ കാരണമായ ഗ്രഹദോഷങ്ങൾക്ക് ദുർഗാദേവി ഭജനം വഴി ഒരു അളവ് വരെ പരിഹാരം നേടാവുന്നതാണ്. ദുർഗാദേവി ക്ഷേത്ര ദർശനം, ദുർഗാ സ്തോത്ര ജപം തുടങ്ങിയവ പൗർണമി ദിവസങ്ങളിൽ പൊതുവെയും തിങ്കളാഴ്ചയും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അനുഷ്ഠിക്കേണ്ടതാണ്. പുഷ്പാഞ്ജലി, ഭഗവതി സേവ എന്നീ വഴിപാടുകൾ കഴിവിനൊത്തവണ്ണം അനുഷ്ഠിക്കുന്നതും ഫലപ്രദമത്രേ. പ്രസിദ്ധ ദുർഗാക്ഷേത്രങ്ങളായ കുമാരനല്ലൂർ, ചക്കളത്തുകാവ്, കുട്ടമ്പേരൂർ, കാടാമ്പുഴ എന്നീ ക്ഷേത്രങ്ങളിൽ കാർത്തിക നാളിൽ ദർശനം നടത്തുന്നതും അപകടശാന്തി നൽകുന്നതാണ്. പിന്നെ സന്ധ്യാനാമത്തോടൊപ്പം സൗന്ദര്യലഹരിയിലെ സുധാമാധ്യ സ്വധ എന്ന് തുടങ്ങുന്ന 28ാം ശ്ലോകം നിത്യവും ചൊല്ലുന്നതും ചുരുങ്ങിയത് 21 ദിവസം തുടർച്ചയായി ചെയ്യാം. പിന്നെ രാമായണം, യുദ്ധകാന്ഡം 18-19 സർഗങ്ങൾ പാരായണം ചെയ്യുന്നതും
അപകട വിമുക്തിക്ക് ഏറെ ഫലപ്രദമത്രേ. രക്ഷായന്ത്രമായി പറയുന്നത് മഹിഷാസുരമർദ്ദിനി യന്ത്രം ധരിക്കുന്നത് ഏറെ നല്ലതാണ്. പിന്നെ നാമജപം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഈ മന്ത്രം ജപിക്കാം. അതുപോലെ മറ്റൊരു മന്ത്രം ഓം ഹ്രീം ദും ദുർഗയേ നമഃ. ഈ മന്ത്രം ഗുരു ഉപദേശപ്രകാരം ജപിക്കേണ്ടതാണ്. പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ പറയാം. ചോറ്റാനിക്കര ക്ഷേത്രം, രാജരാജേശ്വരി. അടുത്തത് ചക്കളത്തുകാവ് വനദുർഗ. MC റോഡിൽ തിരുവല്ലയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ പോകുമ്പോൾ ചക്കളത്തുകാവിൽ എത്താൻ കഴിയും. അടുത്തത് കുമരനെല്ലൂർ കാർത്യായനി ക്ഷേത്രം, പിന്നെ ചേർത്തല കാർത്യായനി ക്ഷേത്രം, അതുപോലെ കാടാമ്പുഴ ശ്രീ പാർവതി ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലെല്ലാം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും പരിഹാരങ്ങൾ ചെയ്യുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിചാരിതമായ അപകടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും കാണണം. തുടർന്നും ജ്യോതിഷ ആചാര അനുഷ്ഠാന വിധികളെക്കുറിച്ച് വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് അടിക്കുക. നന്ദി, നമസ്തേ. ഓം ശാന്തി, ഓം ശാന്തി.